എനിക്ക് ഇത് വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ അശ്വന്ത് കോക്കണ്ണനോടാണ്. അശ്വന്ത് കോക്കണ്ണൻ കുറച്ചും കൂടി സിനിമയെ കുറിച്ചൊക്കെ പഠിക്കും, എന്നിട്ടൊക്കെ വന്നിട്ട് വീഡിയോ ഉണ്ടാക്കി കുണച്ച് കളിയാക്ക് കേട്ടോ. വെറുതെ ഇരുന്നിട്ട് പടത്തിന് മറ്റേ നിഴലായി പാട്ടിട്, മറ്റേ നീലിയുടെ പാട്ടിട്, പ്രേതത്തിന്റെ പാട്ടിട് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിനെ കൂടി കളിയാക്കാൻ വേണ്ടി നിങ്ങൾ ശരിക്കും ആയിട്ടില്ല എന്ന് വേണം പുള്ളിനോട് പറയാൻ എനിക്ക്. ഹൈ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ഒരു നല്ല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും കണ്ടു എമ്പുരാൻ ഇന്നലെ 8:30 മണിക്ക് രാത്രി. 2 ദിവസം വൈകിട്ടാണെങ്കിൽ ഞാൻ ഈ പടം ഓടിച്ചെന്ന് കാണാനുള്ള കാരണം അത് പൃഥ്വിരാജിന്റെ ഒറ്റ മേക്കിംഗ് കാരണം, അല്ലാണ്ട് ലാലേട്ടൻ എന്നുള്ള ഒരു ഫാൻ ബോയ് ആ സെറ്റപ്പിലല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പൃഥ്വിരാജിന്റെ മേക്കിംഗ് എങ്ങനെ ഉണ്ടാകും, ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ഡയറക്ടർ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉള്ളപ്പോൾ നമ്മളത് മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. മസ്റ്റായിട്ടും ഏതൊരു മലയാളിയും വാച്ച് ചെയ്തിരിക്കണം. അതൊരു അഭിമാന മുഹൂർത്തം തന്നെ. പിന്നെ ഇത്രയും ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്തും നമ്മൾ പുള്ളിനെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുദ്ദേശത്തോടെ ആയിരിക്കും. നല്ലൊരു റേറ്റിംഗ് എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ എനിക്ക് ആ പടത്തിനെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കണമെന്ന് അതിന്റെ കോമാളി വശങ്ങൾ കാണിച്ച് അതിനെ മോശം പടമാണെന്ന് പറയാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. അപ്പൊ എന്റെ ഈ പടത്തിന് ഞാൻ ആദ്യമേ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എന്റെ ഓവറോൾ റേറ്റിംഗ് ഒരു 4ന് മുകളിലേക്ക് ഞാൻ ഈ പടത്തിന് കൊടുക്കത്തില്ല, അതിന് താഴേക്കും കൊടുക്കില്ല. 4 എന്ന് പറഞ്ഞാൽ 4.5 പോലും ഇല്ല. കാരണം അതിന് ഏതൊരു സിനിമക്കും ഉള്ള പോലെ അതിൻ്റെതായിട്ടുള്ള ഫ്ലോവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഓരോന്നും അക്കമിട്ട് ഞാൻ പറയാം, കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയണത് ഡീഗ്രേഡിങ്ങിനെ കുറിച്ചാണ്. ഈ പടം എന്താണ് ഇത്രത്തോളം ഡീഗ്രേഡിങ് വരാനുള്ള ഒരു കാരണമെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ ഫസ്റ്റ് തിയേറ്റർ റെസ്പോൺസ് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ പടം നിങ്ങൾ ബുക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്കൊരു തോന്നലുള്ളിലുണ്ടാവും, എന്തുകൊണ്ട് ആൾക്കാർ ഈ പടം ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ കണ്ടു വന്ന് ഫസ്റ്റ് ഹാഫ് കണ്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ മുഖം തെളിയുന്നില്ല, അല്ലെങ്കിൽ സിനിമ ഫുള്ള് കണ്ടാണ് ഇറങ്ങി വന്ന ആൾക്കാർക്ക് ഒരുമാതിരി മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഫീല്, എന്തുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പ്രഷൻ എല്ലാവരുടെയും ഫേസിലുണ്ട്. ഞാൻ ഉൾപ്പെടെ പല യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാരും അല്ലെ യൂട്യൂബ് നോക്കി റിവ്യൂ നോക്കി പടം കാണാൻ പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, തിയേറ്റർ റെസ്പോൺസ്. തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻ കണ്ടിട്ടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും പടത്തിന് പോയി കയറുന്നത്. അപ്പോൾ ആ പടത്തിന് കണ്ടിറങ്ങി വരുന്ന ആൾക്കാരുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്കൊരു ചങ്കിലോട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ പടം റിലീസ് ആവുന്ന സമയത്ത് ഞാനിത് ബുക്ക് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് തിയേറ്റർ റെസ്പോൺസ് കാണാൻ നേരത്ത് എനിക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ടാവും, എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ. എനിക്കൊന്നേ പറയാനുള്ളൂ, പല ആൾക്കാരും ഹൈ എക്സ്പെക്ടേഷൻസോടെ പോയി കണ്ട ആൾക്കാരാണ്. അത്ര ഹൈ എക്സ്പെക്ടേഷൻസോടെ പോയിപ്പോ ഈവൻ ഒരു ജെയിംസ് ബോണ്ടിന്റെ മൂവി ആണെങ്കിൽ പോലും ഹോളിവുഡ് സ്റ്റൈലിലുള്ള അത്രയും ഒരു മാർവലിന്റെ മൂവിയാണ്, എന്താണെങ്കിലും നമ്മൾ നേരത്തെ ഇറങ്ങിയ പടം അത് മനസ്സിൽ കണ്ടിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ട് സെക്കൻഡ് അതിന്റെ സീക്വൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അതിന് ഉണ്ടാവില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ മൂവിക്ക് സംഭവിച്ചത് എന്തെന്നാൽ ഇതില് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് സ്റ്റൈൽ. അതായത് ഹോളിവുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു സിനിമ തുടങ്ങി ആദ്യം കുറച്ച് സീൻസ് കാണിക്കുന്നു, കുറെ കഴിയുമ്പോൾ കുറച്ച് സ്ലോ, ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ പടം സ്ലോ പേസിലേ പോകുള്ളൂ. കാരണം ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ്. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അതായത് മലയാളം സിനിമ പോലെ കുറെ വാരിക്കോരിയുള്ള പാട്ടോ ഒന്നും ഇതിന്റെ അകത്ത് കുത്തിക്കേറ്റിട്ടില്ല. പടത്തിന് ആവശ്യമായ സീൻസിന് ആവശ്യമായ BGM കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലേക്ക് അടിച്ച് കയറാൻ, നമ്മൾ അടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു സ്പിരിറ്റ് കൊണ്ടുവരുന്ന ടൈപ്പ് സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പല പല രാജ്യങ്ങളെ പല പല സീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ട് കുരു പൊട്ടിയ ആൾക്കാർ എന്ന് വേണം പറയാൻ. അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ല ഇതിനെ കൂടുതലും ഡീഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സിനിമ പർട്ടിക്കുലർ സിനിമ ഇറങ്ങുന്ന സമയത്ത് തമിഴിലും അതായത് സെയിം അതേസമയം ബോളിവുഡിലും നല്ല 2 ആൾക്കാരുടെ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ തിയേറ്റേഴ്സിൽ അവരുടെ സിനിമകൾ പോലും ഓടാതെ നമ്മുടെ മലയാള സിനിമ കയറി അടക്കി ഭരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ അവരുടെ സിനിമകൾ സ്റ്റക്കായിട്ടുണ്ട്. അപ്പൊ അവര് എന്നെ ഓൾമോസ്റ്റ് PR വർക്ക് കൊടുത്തു എന്നാണ് എനിക്ക് പല രീതിയിൽ നിന്നും അറിയാൻ പറ്റിയത്. അത് ഏത് വഴിയാണെന്ന് ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഡീഗ്രേഡിങ് വരും. ഏതെങ്കിലും ചപ്പും ചവറും നമ്മൾ ഒന്നെങ്കിൽ ഇന്ന ടീമിനെ അയാൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും, പൃഥ്വിരാജിനെ ഫോളോ ചെയ്തിട്ടുണ്ടാവും, ഇല്ല ഫോളോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും, അതുണ്ടാവില്ല. അത് പ്രൊഫൈൽ പിക്ക് ജെന്യൂൻ ആണോ, അതും ഇല്ല. ആ പ്രൊഫൈൽ പിക്കിലുള്ള ആളുടെ ഒരു ID ജെന്യൂൻ ആണോ, ഒന്നുമില്ല. ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത കുറെ IDന്ന് കുറെ ഡീഗ്രേഡിങ് കമന്റുകളും കാര്യങ്ങളും വരിക. അതാണ് ഫസ്റ്റ് ഡേയിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡേ ആയപ്പോ ആൾക്കാർക്ക് കാര്യം കത്തി, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ കയറി പടം കണ്ട് മനസ്സിലാക്കി ഇപ്പൊ പടം നല്ല കിണ്ണനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ എത്ര തന്നെ ഒരു നല്ല പടത്തിനായി ഏത് രീതിയിലും ഡീഗ്രേഡ് ചെയ്താലും അത് നടക്കത്തില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് എമ്പുരാൻ. അത് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയും. പിന്നെ വേറൊരു തരത്തിലൊരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അത് പാർട്ടി ബേസ്ഡ്
രാഷ്ട്രീയം ബേസ്ഡ്, മതം ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വളച്ചൊടിക്കാം. ചില ആൾക്കാർക്ക് ഇട്ടുള്ള ഒരു കൊട്ടാണ് ഈ പടം. ഇത് നമ്മുടെ നാട്ടില് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യനെ കാർന്നുകൊണ്ടിരിക്കുന്ന ചില മത രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് എതിരെയുള്ള ഒരു നല്ല ഒരു ആഞ്ഞ കാരണത്തടിയാണ് ഈ പടം. ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, ചില ആൾക്കാർ ഇത് ഞങ്ങൾക്കുള്ള സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോയി പടം കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. മണ്ടന്മാരാണ് പറഞ്ഞില്ല. അത് ശരിക്കും പറഞ്ഞ ആ സബ് ടൈറ്റില് മലയാളത്തിലാണ്, ഏത് സിനിമയിലാണ് ആ സബ് ടൈറ്റിൽ ശരിക്കും ആ സിനിമയുടെ ഒപ്പം സിങ്ക് ആയി ആ സമയത്ത് അവിടെ നിന്ന് വായിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ സിനിമയിലെ ക്വാളിറ്റി, ആസ്പെക്ട് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് കണ്ടിട്ട് ഈ സാധനം വായിച്ച് മനസ്സിലാക്കാണ്ട് ഇങ്ങോട്ട് പോകുന്ന പടത്തിനെ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഈ പടത്തിൽ മെയിൻ ഡീഗ്രേഡ് ചെയ്യാനുള്ള കാര്യം ഒരു പാർട്ടിക്കാർ വന്ന് പറയുന്നുണ്ട്, ഇത് രാജ്യത്തിന് എതിരെയാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞത് രാജ്യത്തിന് എതിരെയല്ല, രാജ്യത്ത് നടന്ന സംഭവങ്ങളും രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പച്ചയായി എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പടത്തിലുള്ളത്. അതിനെതിരെ ചില ആൾക്കാർക്ക് ഒരു പൊട്ടുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പൊട്ടുന്ന ആൾക്കാർ അവിടെ നിന്ന് പൊട്ടട്ടെ, ഈ പടം ഉള്ളത് കൊണ്ടാണ്, നീയൊക്കെ ഈ പടം എടുത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലടിച്ചതെന്ന്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ തമ്മിലടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണം വേണമെന്നില്ല. ഈ തമ്മിലടി ഇത്രയും വർഷങ്ങളായിട്ട് തമ്മിലടി നടന്നത് മുഴുവനും ഈ ഒരു പടത്തിന്റെ പേരിലല്ലല്ലോ. പല കാര്യങ്ങൾക്ക് മുമ്പും പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ പേര് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തമ്മിലടിക്കാൻ സ്വബോധമുള്ള ഒരാൾക്കും പറ്റില്ല. ഈ ബോധമില്ലായ്മ തലയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലാണ് ഈ തമ്മിലടി വരുന്നത്. മനസ്സിലായുള്ള കാര്യങ്ങൾ. ഒരു പടം കൊണ്ട് ഒരു രാജ്യം നശിച്ചിട്ടില്ല. തമ്മിലടി വരുന്നത് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടിട്ട് നിങ്ങൾ ഈ പടം കണ്ടിട്ട് തമ്മിലടിക്കാൻ വേണ്ടിയുള്ള പടമാടാ, നീ ഈ പടം ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പറയണ്ട. കാരണം പടത്തിൽ അങ്ങനത്തെ വലിയ തലപോണ സീൻസും കാര്യങ്ങളൊന്നും ഇല്ല, നടന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ പടത്തിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം മോഹൻലാലിന്റെ ആക്ടിങ് ആണ്. ലൂസിഫറിലെ പോലെ എനിക്ക് തോന്നുന്നു അത്ര വലിയ കാര്യങ്ങളായിട്ട് ആക്ടിങ് കാണിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല. ഇത്രയും വർഷം ഗ്യാപ്പ് ഇട്ട് വന്നാലും ഒരു വർഷം കഴിയുന്തോറും നമുക്ക് ഒരു സീക്വൽ എടുത്ത് വരാൻ നേരത്ത് അതിന്റെ അകത്ത് ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും. അതേ വർഷം എടുത്ത് അതിന്റെ അടുത്ത വർഷം സെൻഡ് ചെയ്യണ പോലെ അല്ല ആ പടം. ഇത് കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ട കാരണം അതിന്റെ ഉള്ള വ്യത്യാസങ്ങൾ കാണിക്കും. മോഹൻലാൽ അങ്ങനെ നോക്കണമെങ്കിൽ അത് കൊള്ളൂല അത് കൊള്ളൂല ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഇത്രയും ചലഞ്ചിന് സമയത്തിന് എടുക്കുന്നതാണ്. അത് ചിലപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ലാലേട്ടന്റെ കാലിബർ അറിയാവുന്ന ആളാണ്. അതുകൊണ്ടിട്ട് ഞാൻ പുള്ളിനെ ഒരിക്കലും വിമർശിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഓവറോൾ ഒരു സ്വാഗില് പുള്ളി വേറെ ലെവലാണ്. പിന്നെ ബിജിഎമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദീപക് ദേവ് എന്ന മനുഷ്യൻ ഈ ഒരു ഹോളിവുഡ് ലെവലിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം ഹോളിവുഡ് ലെവലിൽ ചെയ്ത് ഹിന്ദി പടങ്ങളിലൂടെ പൊട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് അത് മാത്രം എടുത്ത് പറയാനുള്ളത് പൊട്ടിപ്പോയിട്ടുണ്ട്. തമിഴ് പടങ്ങൾ എന്തോരം പൊട്ടിപ്പോയിട്ടുണ്ട്. കോടികൾ വാരി എറിഞ്ഞിട്ട് തമിഴ് പടങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഈ ബഡ്ജറ്റിൽ ഈ പടം ഈ ഒരു മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം വെച്ച് വന്നിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സോ ഹാപ്പി. കാണാനുള്ള കാണികൾക്ക് എല്ലാവരും മസ്റ്റ് വാച്ച് മൂവി എന്ന് പറഞ്ഞാൽ ഒരു വട്ടം നിങ്ങൾക്ക് കണ്ടാൽ ഈ പടം മനസ്സിലാവത്തില്ല. ഞാൻ ഇപ്പോഴും എഴുതി വെച്ച് പറയാം, ഒരു വട്ടം കണ്ട ഒരിക്കലും നിങ്ങൾക്ക് ഈ പടം മനസ്സിലാവത്തില്ല. അപ്പൊ സെക്കൻഡ് ടൈം ഈ മസ്റ്റ് വാച്ച് തിയേറ്ററിലോ OTT എവിടെയെങ്കിലും വരുമ്പോൾ ഇത് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഹിന്ദികളും കാര്യങ്ങളും നിങ്ങൾക്ക് കത്തത്തുള്ളൂ. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ ഈ പടം ഒരു 4 റേറ്റിംഗിൽ നിൽക്കുവാണ്. പടം ഇപ്പൊ തന്നെ 3 ദിവസം തന്നെ ഓൾമോസ്റ്റ് 150 crore കളക്ട് ചെയ്തു. അതിന്റെ ടാക്ടിക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഊഹിച്ചെടുക്കാന്നുള്ളൂ. നെഗറ്റീവ് പബ്ലിസിറ്റി ഇതിന്റെ അകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ സിനിമക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ഒരു പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു പാത്താണ്. പക്ഷെ ഇത് ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ഇത് നെഗറ്റീവായി പോയി. അത് നെഗറ്റീവായത് വേറെ ലെവലിലേക്കാണ് പോയിട്ടുള്ളത്. പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് നെഗറ്റീവായി പോയത്. പാൻ ഇന്ത്യൻ അല്ല, പാൻ രാഷ്ട്രീയം എന്ന് വേണം പറയാൻ. ആ ലെവലിലേക്ക് പോയതുകൊണ്ട് ഓൾ ഇന്ത്യ ന്യൂസ് ചാനൽ തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും തോറും ഈ പടം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്കുണ്ട് ഈ പടത്തിൽ എന്ത് തേങ്ങയാണ് ഇതിനു വേണ്ടിയിട്ട് അവര് പടച്ചു വെച്ചിരുന്നു. ഞാൻ ആ പടം കണ്ട് ഇറങ്ങിയപ്പോഴേ ഓർത്തു ഇതിന്റെ അകത്ത് എന്താണ് ഇതിനു വേണ്ടി കട്ട് ചെയ്യാനുള്ളത്. അതൊരു കോപ്പുമില്ല കട്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ അവരെടുത്ത് വെച്ചെല്ലാം അതിനാവശ്യമുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അങ്ങനെ കട്ട് ചെയ്യാനാണെന്നെങ്കിൽ ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ കുറെ ഡയറക്ടേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും. സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ സംഭവം, ആ ഒരു സംഭവത്തിന് വെച്ചിട്ട് കുറെ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളയണ്ടേ? അതിന്റെ നമുക്ക് കണ്ടാൽ ഇറക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഫണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഡയറക്ടർമാർക്ക് കേസ് വരണ്ടേ? അവരെ ബാൻ ചെയ്യണ്ടേ? എന്തുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു? അതിന്റെ വീഡിയോ ഞാൻ അടുത്ത ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്തായാലും എംപുരാൻ L2 ഈ വേറെ ലെവലാണെന്ന് എനിക്ക് കട്ടായം പറഞ്ഞേ പറ്റുള്ളൂ. മസ്റ്റ് വാച്ചാണ്. അതിന്റെ അകത്ത് കിടിലൻ സീൻസ്, കിടിലൻ എന്ന് പറയാം, കിഡിലോസ്കി സീൻസ് എന്ന് പറയാം. നിങ്ങളെ യൂട്യൂബിലേക്ക് കുറച്ച് നമ്മളെ ജോ ഡ്രോപ്പിംഗ് സീൻസ് പറയില്ലേ, അതേപോലെ തന്നെ പൊളിക്കുന്ന സീൻസ് ഉണ്ട്. ഞാനിങ്ങനെ തിയേറ്ററിൽ നിന്നിട്ട് ഇങ്ങനെ കടിച്ചുടിച്ച് വെച്ച് കാണണ്ട. ഞാൻ കുറച്ച് വിമർശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ചില സീൻസ് കണ്ടിട്ട് അത്ര രീതിയിൽ കിടിലൻ. അത് നമ്മുടെ കേരളത്തിൽ എടുക്കണതല്ല, വേറെ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഗത്ത് അറിയണത്. അത് കുറച്ച് മൈൻഡ് ഉള്ളവനെ പറ്റുള്ളൂ, നല്ല കഴിവുള്ളവനെ പറ്റുള്ളൂ എന്ന് പറയാം. കുറെ സിനിമകൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആടുജീവിതം അവിടെ പുള്ളി തന്നെ പോയി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊന്നും അല്ല. ഇവിടെ നിന്ന് ഒരു സാധനം അവിടെ പോയി സെറ്റ്
ഇട്ടിട്ട് അവിടെ പോയി ഫോറിനേഴ്സിനെ കൊണ്ട് സെറ്റ് ഇടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് തലക്കകത്ത് ആൾത്താമസം വേണം. എന്തായാലും വേറെ ലെവൽ മേക്ക് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി ഓൾ വേൾഡ് അറിയേണ്ട ഒരു ഡയറക്ടറാണ്. ഓൾ ഇന്ത്യ എന്നല്ല, ഇന്ത്യയിൽ കിടന്നു വീഴുകേണ്ട പുള്ളി അല്ല, ശരിക്കും പറഞ്ഞ വേൾഡിന്റെ ക്ലാസ് ഡയറക്ഷൻ എന്ന് വേണം പറയാം. ഓരോ ഷോട്ടുകളും വേറെ ലെവൽ സാധനം. ചില സ്ഥലങ്ങളിൽ മാത്രം ഈ ക്യാമറയുടെ പോരായ്മ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത്, എനിക്കെന്ന് മാത്രമല്ല എന്റെ അടുത്ത് വെച്ചാൽ ആൾക്കാർക്ക് ശരിക്കും ഫീൽ ചെയ്ത്. അവരെന്നോട് പറഞ്ഞു ചില സ്ഥലത്ത് ക്ലാരിറ്റി പോകണ്ടല്ലേ. അത് ശരിയാണ്, അത് പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ടൊന്ന് കറക്റ്റ് ആക്കിയെന്ന് വെച്ചാൽ വേറെ ലെവലായി പോയി. പക്ഷെ അത് പോട്ടെ, അതൊന്നും പോരായ്മയല്ല. ആ ഒരു വൈബിൽ അങ്ങനെ തട്ടി അങ്ങോട്ട് പോകും. ചില സീൻസ് കട്ട് ചെയ്യുമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും തോന്നും ഈ സീൻസ് ഇവിടെ ആവശ്യമില്ലായിരുന്നു, വെറുതെ വലിച്ചു നീട്ടിയത് പോലെയൊക്കെ തോന്നുന്നു. പക്ഷെ അതൊന്നും പോട്ടെ, വിട്ട് കള. എന്തായാലും ഈ ലാലേട്ടന്റെ പടത്ത് കാണുമ്പോൾ എല്ലാത്തിലും അങ്ങനെ ചെറിയ സീൻസ് ഒക്കെ വരും. പക്ഷെ ഇത്രയും വലിച്ചിട്ടേണ്ട ഒരു കാര്യം ഒരു സിനിമയിലും ഇല്ല. ആൾക്കാർ ഇത്രയും ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു സംഭവം സിനിമയിലില്ല എന്ന് കട്ടായം ഞാൻ പറയുന്നത്. എനിക്ക് ഇത് വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ അശ്വന്ത് കോക്കണ്ണനോടാണ്. അശ്വന്ത് കോക്കണ്ണൻ കുറച്ചും കൂടി സിനിമയെ കുറിച്ചൊക്കെ പഠിക്കും, എന്നിട്ടൊക്കെ വന്നിട്ട് വീഡിയോ ഉണ്ടാക്കി കൊണച്ച് കാണിയാക്ക് കേട്ടാ. വെറുതെ ഇരുന്നിട്ട് പടത്തിന് മറ്റേ നിഴലായി പാട്ടിട്, മറ്റേ നീലിയുടെ പാട്ടിട്, പ്രേതത്തിന്റെ പാട്ടിട് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിനെ കൂടി കളിയാക്കാൻ വേണ്ടി നിങ്ങൾ ശരിക്കും ആയിട്ടില്ല എന്ന് വേണം പുള്ളിനോട് പറയാൻ. എനിക്ക് അതും കൂടി പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവരൊക്കെ ഒരു പടം ഇറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ റിവ്യൂ ഇടാൻ നേരത്ത് അത് ഡീഗ്രേഡിങ് ആണോ അപ്ഗ്രേഡിങ് ആണോ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ഡീഗ്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ ടെക്നീഷ്യൻസിനെ യൂസ് ചെയ്ത് നല്ലൊരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യുമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പടം മസ്റ്റായിട്ട് ഹിറ്റ് ആകും എന്നുള്ള ഒരു ലിങ്ക് കൂടി പുള്ളിക്കാരന്റെ വായിന്ന് വന്നിട്ടുണ്ട്. അത് വെറുതെ വാര്യങ്ങടെ ഒരു പടത്തിനെ തേച്ച് ഒട്ടിച്ചിട്ടൊന്നും ഇതൊക്കെ. പക്ഷെ നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കും, ചിലപ്പോ നിങ്ങൾക്കൊക്കെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതൊന്നും കൊണ്ട് മലയാള സിനിമകൾ നിന്ന് പോകാൻ വേണ്ടി പോകണം. എന്തായാലും പടം നല്ല 300 കോടിക്ക് മേലെ പക്കയായിട്ട് കളക്ട് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ഇതിനി കട്ട് ചെയ്തിട്ടുള്ള വേർഷൻ ഇപ്പൊ ഈ കഴിഞ്ഞ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. ഇന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരും, കറക്റ്റ് ചെയ്യും. അപ്പൊ അതിനുശേഷം അടുത്ത സെറ്റ് ഇറങ്ങാൻ നേരത്ത് പടം ഒന്നും കൂടി അടിച്ച് കയറും. എനിക്ക് ഒന്നുകൂടി കാണണമെന്നുണ്ട്. ഇപ്പൊ ഒരു വട്ടം കണ്ട ആൾക്കാർ വീണ്ടും കാണുമ്പോൾ പടത്തിന്റെ ബഡ്ജറ്റ് മാറി, ഇത് സംഭവം എന്തായാലും കയറും. ഒരു 300 കോടി 400 500 കോടിയിലേക്കും പോയാലും ഒരു അത്ഭുതം ഇല്ല കാണാൻ. കാരണം അതിനു വേണ്ടിയുള്ള മേക്കിംഗ് പടത്തിന്റെ അകത്ത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പോയി കാണും. അപ്പൊ അടുത്ത വീഡിയോ റിവ്യൂ ചെയ്ത് കൊളോക്കണ ആൾക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കാം. പിന്നെ ഈ പടത്തിൽ കുറച്ച് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നെഗറ്റീവ്സ് മാത്രം എടുത്ത് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. നിങ്ങൾ അതുകൂടി കണ്ടിട്ട് പോയി കാണും കേട്ടോ. സെറ്റ് ബൈ.